നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു വിവാദ ഉത്തരവിനെ കുറിച്ചാണ്. ഹൈന്ദവരുടെ ആചാരപ്രകാരം അനുസരിച്ച് നടക്കുന്ന ഒരു യാത്രയാണ് കാവഡ് യാത്ര. അത് ഉത്തരാഖണ്ഡിൽ പോയി ഋഷികേശിലും ഹരിദ്വാറിലും ഒക്കെ പോയി അവിടെ നിന്ന് ഗംഗാജലം സ്വീകരിച്ച് തിരികെ ശിവക്ഷേത്രങ്ങളിൽ വന്ന് വിഗ്രഹങ്ങളിൽ ആ ജലം ഒഴിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഈ ആചാരം നടക്കാതിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വളരെ വിവാദമാകുന്ന മതസ്പർദ്ധ സൃഷ്ടിക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് ഈ കാവഡ് യാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ കടകളിൽ ഈ കടയുടെ ഉടമസ്ഥന്റെ പേരും വിവരങ്ങളും കടയുടെ പുറത്ത് പ്രദർശിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഉത്തരവ്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിൽ നിന്ന് പ്രതിപക്ഷമടക്കം ഈ വിഷയം ഉയർത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയുടെ സഖ്യകക്ഷിയിൽ നിന്ന് പോലും ഈ വിഷയത്തിൽ എതിർപ്പുയരുന്നുണ്ട്. ഒട്ടുമേ നിഷ്കളങ്കമല്ല ഈ ഉത്തരവെന്ന് വ്യക്തമാണല്ലോ. എന്താണ് BJP ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കാവഡ് യാത്ര രേഷ്മ മുമ്പ് പറഞ്ഞ പോലെ തന്നെ UP, ബീഹാർ, ഹരിയാന, പഞ്ചാബ്, പിന്നെ ഈ മധ്യപ്രദേശിൻ്റെ UP ബോർഡറിലുള്ള ചില പ്രദേശങ്ങൾ, അവിടെയുള്ള ആളുകളാണ് പ്രധാനമായിട്ടും അത് ആ തീർത്ഥയാത്രയ്ക്ക് പോകുന്നത്. നമ്മുടെ ശബരിമല തീർത്ഥാടന പോലെ ഈ ശ്രാവണ മാസത്തിലാണ് അത് നടക്കുന്നത്. ഒരു എൻ്റയർ മന്തിൽ അങ്ങനെ നടക്കും. അപ്പോൾ കാൽനടയായിട്ടാണ് ആളുകൾ യാത്ര ചെയ്യുക. ഇത് മറ്റ് ഇടങ്ങളിലില്ല. ഇപ്പോൾ ഈ കാവഡ് എന്ന് പറഞ്ഞാൽ കാവടി എന്നാണ് അർത്ഥം. ഒരു കോലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരറ്റത്ത് രണ്ടറ്റത്തായിട്ട് കുടങ്ങളിലാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നത്. പിന്നെ അത് അലങ്കരിച്ചിട്ടുണ്ടാകും. നമ്മുടെ കാവടി പോലെ തന്നെ അലങ്കരിച്ചിട്ടുണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എത്രയോ വർഷമായിട്ട് തുടർന്നു വരുന്ന കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തീർത്ഥാടനത്തിൽ ഇതിൽ കോടിക്കണക്കിന് മനുഷ്യർ പങ്കെടുക്കുന്നുണ്ട്. ഒരു 1.5 കോടി പേരെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് സംഗമിക്കുന്നുണ്ടെന്ന് അറിയപ്പെടുന്നു. എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ നടന്നതായിട്ട് നമ്മൾ കേട്ടില്ല. ഇപ്പോൾ രാമനവമിക്കൊക്കെ വലിയ കലാപങ്ങളും വയലൻസൊക്കെ നടക്കുമ്പോൾ പോലും കാവഡ് യാത്രയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ എന്തെങ്കിലും ഒന്നും തള്ളോ അല്ലെങ്കിൽ ഒരു വണ്ടി അതിലേക്ക് ഓടിച്ചു കയറ്റിൻ്റെ പേരിലുള്ള കശപിശയല്ലാതെ അത് ഇതര മതസ്ഥർക്ക് നേരെ എന്തെങ്കിലും ബഹളം വയ്ക്കുകയോ അക്രമ സംഭവം ഉണ്ടാക്കുകയോ എന്ന് വെച്ചാൽ വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് അത് നടക്കാറുള്ളത്. മറ്റൊന്ന്, ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകൾ മത്സ്യമാംസങ്ങളൊക്കെ വർജിക്കും. നമ്മളിപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന പോലെ തന്നെ അതൊക്കെ വർജിച്ച് ആണ് പോവുക. ഒരു പ്രശ്നവും ഇതുവരെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപകടങ്ങളോ അക്രമങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓർഡർ വെക്കുന്നതെന്ന് വെച്ചാൽ അത് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു അപ്പാർത്തീഡാണ്. ഇതിലെ ഉത്തരവ് വായിച്ചു നോക്കിയാൽ ഭയങ്കര രസമാണ്. അതായത് ഹോട്ടലുകൾ, ധാബകൾ, അതുപോലെ വെജിറ്റബിൾ ഷോപ്പുകൾ, എല്ലാ ഈറ്ററികൾ എല്ലാത്തിലും അതിൻ്റെ ഓണറുടെ പേര് പ്രദർശിപ്പിക്കണം. ഓണറുടെ പേര് മാത്രം പോരാ, അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പേര് എഴുതി പ്രദർശിപ്പിക്കണം. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടത്, UP യിൽ നിന്നുള്ളൊരു ലോക്കൽ ചാനലിൻ്റെ റിപ്പോർട്ടർ ഒരു ഹോട്ടലിന് മുമ്പിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. അവിടെ ഇത് പ്രദർശിപ്പിക്കണമെന്ന് മാത്രമല്ല, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന 3 മുസ്ലിങ്ങളെ പറഞ്ഞു വിടണം എന്നതിൻ്റെ ഓണറോട് പറഞ്ഞിരിക്കുന്നു. അത് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു മുസ്ലിം എക്കണോമിക് ബോയ്ക്കോട്ടാണത്. എക്കണോമിക്കലി മാത്രമല്ല, ജോലി ചെയ്യാൻ പോലും സാധ്യതയില്ലാത്ത രീതിയിലുള്ള ഒരു ബോയ്ക്കോട്ടാണത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ തീർത്ഥയാത്ര കടന്നു പോകുന്ന സ്ഥലത്തുള്ള മാംസ വിൽപ്പനശാലകളൊന്നും തുറക്കാൻ പാടില്ല, നേരത്തെ ഓർഡറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് വലിയൊരു യുക്തിയുമില്ല. ഇപ്പോൾ ഈ കാവഡ് യാത്ര തീർത്ഥാടകർ പോകുന്നത് ഭക്ഷണം കഴിക്കുന്നത് മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഓണർഷിപ്പിലുള്ളതായ കടകളിൽ നിന്ന് ആവരുത് എന്ന് ഭരണകൂടം പറയുകയാണ്. ഡയറക്റ്റ്ലി പറയുകയാണ്. ഭരണകൂടം പറയുന്നത് എന്താണ്? ഡയറക്റ്റ്ലി അങ്ങനെയല്ല പറയുന്നതെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ യുക്തി എന്താണ്? ഇത് വിഭജനം മാത്രമല്ല, അപ്പാർത്തീഡാണ്, എക്കണോമിക് ബോയ്ക്കോട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് അത് കാവഡ് തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ കാവഡ് യാത്രയുടെ ഒരു പ്രത്യേകത, ഇത് ശിവഭക്തരാണ് അതിൽ കൂടുതൽ പങ്കാളികളാവുക. അതിൻ്റെ മറ്റൊരു ലെയർ എന്ന് പറഞ്ഞാൽ ഈ OBC ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് കൂടുതലായും കാവഡ് യാത്രയിൽ പങ്കെടുക്കുക. അതായത് അപ്പർ കാസ്റ്റിൽപ്പെട്ട ആളുകൾ പൊതുവേ ഈ യാത്രയിൽ അങ്ങനെ അധികമില്ല പറഞ്ഞാൽ അതൊരു എംപിരിക്കൽ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലല്ല, ആളെ എണ്ണി നോക്കി ഇവർ ജാതിയാണെന്ന് നോക്കിയിട്ടല്ല പറയുന്നത്. പൊതുവേ ആളുകൾ അങ്ങനെയാണ് അതിൽ പങ്കെടുക്കുന്നത്. ഇനി പങ്കെടുക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. രാഹുൽ ഗാന്ധി ഈ ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അദ്ദേഹം ശിവൻ്റെ ചിത്രം പൊക്കി പിടിച്ചിട്ടാണ് അഹിംസയ്ക്ക് വേണ്ടിയും അതുപോലെ വയലൻസിനെതിരെയും ഹേറ്റിനെതിരെയും സംസാരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി ഒരു ശിവഭക്തനാണ്, പക്ഷേ ശിവൻ്റെ ചിത്രം പൊക്കി പിടിക്കുന്നതിന് മുന്നിൽ കൃത്യമായൊരു പൊളിറ്റിക്കൽ ടോണുണ്ട്. ആ പൊളിറ്റിക്കൽ ടോൺ എന്താണെന്ന് വെച്ചാൽ, ശിവൻ എന്ന് പറയുന്നാൽ OBC ദളിത് വിഭാഗങ്ങളുടെ ദൈവമാണ്. അപ്പോൾ ഈ തവണ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും കൂടുതലായി സപ്പോർട്ട് ചെയ്ത ആരാണ്? OBC ദളിത് വിഭാഗങ്ങളുടെ വോട്ട് ഷിഫ്റ്റാണ്. പ്രത്യേകിച്ച് UP യിൽ OBC ദളിത് വിഭാഗങ്ങൾ BJP യിൽ നിന്ന് മാറി. ഏറ്റവും അവസാനം നടന്ന UP തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന് 2ാം ടൈം കിട്ടാൻ കാരണം OBC ദളിത് വോട്ടുകൾ BJP യിലേക്ക് പോയതായിരുന്നുവെങ്കിൽ ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി, SP ക്കും അതുപോലെ കോൺഗ്രസിനും അനുകൂലമായിട്ട് പോൾ ചെയ്തുകൊണ്ടാണ്.
അപ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഈ വയലൻസിനെതിരെയും ഹേറ്റിനെതിരെയും പറയാൻ ശിവൻ്റെ ചിത്രം പൊക്കി പിടിക്കുന്നത് വെച്ചാൽ അത് ആ കമ്മ്യൂണിറ്റികളെ ലക്ഷ്യം വെച്ചോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ആ ചിത്രം ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ BJPയുടെ മുമ്പിലുള്ള മറ്റൊരു വഴി എന്താണ്? ആ കമ്മ്യൂണിറ്റികളെ ഈ വീണ്ടും നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ ആ കമ്മ്യൂണിറ്റികളെ വീണ്ടും UP നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതുപോലെ ആ കമ്മ്യൂണിറ്റികളെ വീണ്ടും ഈ മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ അതിനുള്ളൂ. കാരണം അതല്ലാത്ത അതർവൈസ് അത് വളരെ സമാധാനപരമായി നടക്കുന്ന തീർത്ഥയാത്രയാണ്. ഞാൻ സംശയിക്കുന്നത് ഇനി അതിൽ അക്രമ സംഭവങ്ങൾ കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ പേരെഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ അത് മാർക്ക് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ അവിടെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ആ സ്ഥാപനങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടാം. അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി കൂടി ഈ കാവടി യാത്ര മാറുകയാണ്. ഇത് യോഗി ആദിത്യനാഥിൻ്റെ മാത്രം ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് BJPയുടെയും RSSൻ്റെയും തീരുമാനമാണ്. ആ തീരുമാനം നടപ്പാക്കുന്നത് തന്നെ ഈ വിട്ടുപോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരിക, അവിടെ എന്താണ് വിഭജനം ഉണ്ടാക്കി മാത്രമേ ആ വോട്ടുകൾ നേടാൻ കഴിയൂന്ന് BJP ഇപ്പോഴും വിശ്വസിക്കുന്നു. വിഭജനത്തിലൂടെ മാത്രമേ ഈ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് BJP ഇപ്പോഴും വിശ്വസിക്കുന്നു. എത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് ആദ്യം കാണാം. ഇപ്പോൾ അജംസ് പറഞ്ഞതുപോലെ കാവടിയാത്ര ഇന്ന് തുടങ്ങിയതല്ല, എത്രയോ നാളായി അവിടെ നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു അക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ളൊരു വിദ്വേഷ സംഭവങ്ങളോ ഒന്നും വാർത്തകളോ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നു. മുസ്ലിം വിരുദ്ധമെന്ന് ഞാൻ പറയുന്നില്ല, മനുഷ്യവിരുദ്ധമായൊരു നടപടിയാണ് എന്നതിൽ തർക്കമില്ല. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ രാഷ്ട്രീയ അജണ്ട അജംസ് പറഞ്ഞത് തന്നെയാണോ? രേഷ്മ, ഇതിൽ നമ്മൾ ആദ്യം കാണേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ 2 ടേമിലെ മോഡി ഭരണകാലത്ത് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധാരണഗതിയിൽ നടന്നു പോരുന്ന ഹൈന്ദവ ആചാരങ്ങൾ, ആഘോഷങ്ങൾ, ഇതെല്ലാം വയലൻസിൻ്റെ സന്ദർഭങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. രാംനവമി നമുക്കറിയാം. രാംനവമിയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രൊസഷൻസും എന്തെങ്കിലും ഒരു അക്രമത്തിൽ കലാശിക്കുന്നു. ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പള്ളികൾ ആക്രമിക്കുന്നു, പള്ളിയുടെ മേളിൽ ഈ കാവിക്കൊടി പറത്തുന്നു. ഹോളിയുടെ സന്ദർഭത്തിൽ നമ്മൾ എത്ര വീഡിയോ ഫീഡ്സ് തന്നെ കണ്ടിട്ടുണ്ടാകും. ഹോളിയുടെ ഈ നിറം ഇതാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സ്ത്രീകളെ തടഞ്ഞു നിർത്തി ഈ നിറം പകരുകയൊക്കെ ചെയ്യുന്ന നിലയ്ക്ക് ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഘോഷം എന്ന് പറഞ്ഞാൽ ആളുകൾ ആഹ്ലാദിക്കുന്ന സന്ദർഭമാണ്. പക്ഷേ ആഘോഷങ്ങളെപ്പോലും വെറുപ്പിൻ്റെയും കലാപത്തിൻ്റെയും സന്ദർഭമാക്കി മാറ്റി. ആ അനുഭവമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കുള്ളത്. പക്ഷേ അജംസ് പറഞ്ഞ പോലെ അതിൽ നിന്ന് മാറി നിന്ന ഒരു സംഗതിയായിരുന്നു, ഒരു ആചാരമായിരുന്നു ഈ കാവടി യാത്ര എന്ന് പറയുന്നത്. അതിനെ കൂടെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പൊതുവെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. അവർക്ക് ഈ അവരുടേതായ കേവല ഭൂരിപക്ഷം ലഭിക്കാതെ പോകുന്നു. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കാണണം. ഞാൻ മുമ്പൊരിക്കൽ ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി BJPക്ക് എന്തോ സെറ്റ് ബാക്ക് ഉണ്ടായി കഴിഞ്ഞു. BJPയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സ് അത് ബാക്ക് ഫുട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എല്ലാം ശാന്തമാണ് എന്നൊരു വിചാരത്തിൽ പൊതുവെ ജനാധിപത്യവാദികളും ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഈ പറയുന്ന മോഡിയുടെ 3ാം ഘട്ടത്തിന് ശേഷം അതിനുശേഷം ഉണ്ടായുള്ള ഈ ഗോരക്ഷാ കൊലപാതകങ്ങൾ നോക്കുക. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതാണ് എത്ര പെട്ടെന്നാണ് അതിലൊരു ഭയങ്കര സ്പൈക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നിലക്കുള്ള ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, വിദ്വേഷ പ്രസംഗങ്ങൾ. ഇന്നലെ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് എന്താ പറഞ്ഞതെന്നറിയോ? ഗിരിരാജ് സിംഗ് പറഞ്ഞതായിട്ട് ഏതോ ലീക്ക്ഡ് വീഡിയോയിലാണ് വരുന്നത്. അവരുടെ തന്നെ മുഖപത്രമായ പാഞ്ചജന്യാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ്? 47 നമുക്ക് അബദ്ധം പറ്റി. 47 ഈ മുസ്ലിങ്ങളെ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചതാണ് എല്ലാ കുഴപ്പത്തിൻ്റെയും കാരണം. അവർ അന്ന് തന്നെ പറഞ്ഞേക്കണമായിരുന്നു. ആരാ പറയുന്നറിയോ? ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂറോ പ്രമോദ് മുത്തലിക്കോ ഒന്നുമല്ല, കേന്ദ്രമന്ത്രിസഭയിലെ ക്യാബിനറ്റ് റാങ്കോട് കൂടി നിൽക്കുന്ന ഒരു മന്ത്രിയാണ്, കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രിയാണ് പറയുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു മുഖ്യമന്ത്രി, അസം മുഖ്യമന്ത്രി. അയാൾ എല്ലാ ദിവസവും വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലക്കുള്ള നടപടികൾ അസമിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ജാർഖണ്ഡിൻ്റെ ചാർജ് എന്തുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ ഒരു റാലിയിൽ പ്രസംഗിക്കാൻ വരികയാണ്. പുള്ളി അവിടെ എന്താ പ്രസംഗിക്കുന്നത് അറിയാം? ജാർഖണ്ഡ് ഒരു മിനി ബാംഗ്ലാദേശായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹേമന്ത് സോറൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു നിയമം കൊണ്ടുവരണം. ആ നിയമം എന്താ അറിയോ? ഈ ഗുസ്പേട്ടുകൾ, എന്തായാലും നമ്മൾ പറയാം നുഴഞ്ഞുകയറ്റക്കാർ വന്നിട്ട് നമ്മൾ ട്രൈബൽ യുവതികളെ കല്യാണം കഴിക്കുകയാണ്. അത് പ്രശ്നമാണ്. അതുകൊണ്ട് നുഴഞ്ഞുകയറ്റക്കാർ
ആദിവാസി യുവതികളെ കല്യാണം കഴിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നമ്മൾ നടത്തണം. ഒരു മുഖ്യമന്ത്രി, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് പറയുക. ഇതെങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയുക? അങ്ങനെ നിയമം വരുമോ ഇല്ലയോ എന്നുള്ള പോട്ടെ, ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർ നുഴഞ്ഞു കയറ്റക്കാരെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ബംഗാളികളെയാണ്. ആ പറയുന്ന ഇതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഖനി മേഖലകളിലും പല ഇൻഡസ്ട്രിയൽ സെക്ടറിലും ബംഗാളികളായുള്ള ധാരാളം തൊഴിലാളികൾ ജാർഖണ്ഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്തിന് എത്ര ബംഗാളികളുണ്ട്, എത്ര ലക്ഷക്കണക്കിന് ബംഗാളികളുണ്ട്. അത് തൊട്ട് അയൽപ്പക്കമായിട്ടുള്ള ജാർഖണ്ഡിൽ ധാരാളം ബംഗാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ചെല്ലാം ഈ ഗുസ്പേട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഈ ബംഗാളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരെ കുറിച്ചാണ്. അപ്പോൾ അവർ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളാണ്. അപ്പോൾ അവർ ആദിവാസി പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കാതിരിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ഒരു മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ ഈ പറയുന്ന കാവടി യാത്രയുമായി ബന്ധപ്പെട്ടാണ് എന്താ ഉണ്ടാകുന്നത്? ഇത് ഏതെങ്കിലും ഒരു നേതാവ് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെയ്റ്റ് മോങ്കറുടെ വീഡിയോ ഒന്നുമല്ല, പോലീസ് സർക്കുലറാണ്. ഒരു സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ പോലീസിൻ്റെ ഔദ്യോഗികമായ സർക്കുലറാണ്. എന്ത്? നിങ്ങൾ കടയുടമയുടെ പേരെഴുതി വെക്കണം, കടയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പേരെഴുതി വെക്കണം. അപ്പോൾ അഖിലേഷ് യാദവ് അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു, വേറെയും പ്രതിപക്ഷത്തുള്ള ചിലർ രംഗത്ത് വന്നു. അപ്പോൾ പോലീസിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താ അറിയോ? കഴിഞ്ഞ യാത്രയിൽ ഈ കൻവാടികൾക്ക് വെച്ചാൽ യാത്ര നടത്തുന്ന ആളുകൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി. എന്താ കൺഫ്യൂഷൻ? കൻവാടികൾക്ക് എന്ത് കൺഫ്യൂഷനാണ്? അപ്പോൾ ലക്ഷ്യം വളരെ ഇതാണ്. ഈ കൻവാടികളെ നിങ്ങൾ അറിയാതെയെങ്കിലും ഒരു മുസ്ലിമിൻ്റെ കടയിൽ കയറി ഒരു ആപ്പിൾ മേടിച്ച് പോകരുത്, ഒരു ജ്യൂസ് മേടിച്ച് പോകരുത്, അല്ലെങ്കിൽ ഒരു ദോശ മേടിച്ച് പോകരുത്. ഇത് 1931 എന്താണ് ജുഡൻ ബോയ്ക്കോട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ ഹോളോകോസ്റ്റ് ഉണ്ടല്ലോ, ഹിറ്റ്ലർ നടത്തിയിട്ടുള്ള ആ പദ്ധതിക്ക് മുന്നോടിയായിട്ട് ആദ്യം നടക്കുന്ന പരിപാടി ജുഡൻ ബോയ്ക്കോട്ടാണ്. ജുഡൻ ബോയ്ക്കോട്ട് എന്താണ്? ഈ സ്റ്റോം ട്രൂപ്പേഴ്സ് വന്നിട്ട് ജൂതന്മാരുടെ കടകൾക്ക് മുമ്പിലെല്ലാം നിന്നിട്ട് അവർ ഈ കടയിൽ നിന്ന് സാധനം മേടിക്കരുതെന്ന് പറയാണ്. അത് തന്നെയാണ് ഹിറ്റ്ലർ എന്താണോ ജർമ്മനിയിൽ നടപ്പിലാക്കിയത് ആ പദ്ധതിയാണ് യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല. അതെ, ഹിറ്റ്ലറുടെ പ്രോജക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം എന്താ പറയുക രേഷ്മ, ഇത് ഹിറ്റ്ലറുടെ പ്രോജക്റ്റാണെന്ന് വിമർശനം വരുന്നു. അഖിലേഷ് യാദവ് വിമർശിക്കുന്ന മാത്രമല്ല, ഇന്ന് നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും എന്നുവെച്ചാൽ ഘടകകക്ഷികളാണ്. അവരിതിനെ എതിർത്തു, അവരിത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചോ അറിയോ? ഒരു പിന്മടക്കവും ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഉത്തരാഖണ്ഡ് സർക്കാരും സമാനമായിട്ടുള്ള സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. ഈ യു പി പോലീസിൻ്റെ സർക്കുലറിൽ അത് മാൻഡേറ്ററി ആണെന്ന് പറയുന്നില്ല, വോളണ്ടറിലി അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. പോലീസിൻ്റെ ഒരു സർക്കുലറാണ്, പക്ഷെ അങ്ങനെ ആയിരിക്കെ തന്നെ എല്ലാവരും വോളണ്ടറി ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ സർക്കുലർ എന്താ അറിയോ? ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമല്ല, ചെയ്യാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ സന്നദ്ധമല്ല എന്നുള്ളതാണ്. ഹിറ്റ്ലറുടെ പ്രൊജക്റ്റ് വളരെ വ്യവസ്ഥാപിതമായി ഇന്ത്യയിലെ ഒരു സർക്കാർ, ഒരു 2 സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വെറുപ്പും വിദ്വേഷവും മതസ്പർദ്ധയും പുറത്തേക്ക് വമിപ്പിക്കുന്ന ഒരു ഉത്തരവാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. വലിയ പ്രതിഷേധങ്ങൾ ഇതിനെതിരെ ഉയരണം.